ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫോർഡ് ഫിഗോൻ്റെ ടോപ്പും അതുപോലെ തന്നെ ആ സൈഡ് മിററും ഗ്ലോസി റാപ്പ് ചെയ്യാൻ പോണ്. ഇത് സാധാരണ ഒരു ഗ്ലോസി ബ്ലാക്ക് അല്ല, ഇത് അത്യാവശ്യം നല്ല മിറർ ഫിനിഷിങ് കിട്ടുന്ന ടൈപ്പ് ഹൈ ഗ്ലോസിയാണ്. നമ്മുടെ ഫേസ് അതിനകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ ഫേസ് ക്ലിയർ ആയിട്ട് കാണാവുന്ന രീതിയിൽ തിളക്കമായിരിക്കും ഇതിൻ്റെ ടോപ്പ് ക്ലീനിങ്ങിന് മുമ്പ് തന്നെ അതിൻ്റെ ടോപ്പിലെ ഏരിയയിലും അതുപോലെ തന്നെ സൈഡ് ബീഡിങ്ങും റിമൂവ് ചെയ്യുകയാണ്. മിക്ക വണ്ടികളുടെയും സൈഡ് ബീഡിങ് ശരിക്കും ഒരു ക്ലിപ്പിലായിരുന്നു വരുന്നത്, നമുക്ക് ഈസി ആയിട്ട് അത് റിമൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ വണ്ടിയുടെ വരുന്നതെന്ന് വെച്ചാൽ ഡബിൾ സൈഡ് സ്റ്റിക്കറിൽ ഒട്ടിച്ചാണ് വരുന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ട് പൊളിച്ചതിന് ശേഷം അതിൻ്റെ ഗമ്മും ഉണ്ടാവും, അതും കൂടി നമ്മൾ ക്ലീൻ ചെയ്യേണ്ടി വരും. ഗമ്മൊക്കെ ക്ലിയർ ആയിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം ഒരു 3-4 തവണയൊക്കെ വാഷ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. കാരണം ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റാപ്പിങ്ങിൽ അത് ശരിക്കും റിഫ്ലക്റ്റ് ചെയ്തെടുത്ത് കാണിക്കും. ശരിക്കും നമ്മുടെ ഈ മെറ്റീരിയൽ വരുന്നതെന്ന് വെച്ചാൽ ട്രിപ്പിൾ ലെയറാണ്. അതായത് ഒന്ന് നമ്മൾ ആ ഗമ്മുള്ള പൊളിച്ച് കളയുന്ന ഒരു വശവും പിന്നെ സ്ക്രാച്ച് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിങ്ങും അതിൻ്റെ മുകളിലുണ്ടാവും. നിലവിൽ ജസ്റ്റ് ആ കോട്ടിങ് ഉള്ളതുകൊണ്ടാണ് ഇതിനൊരു തിളക്കം തോന്നിക്കാത്തത്. അത് നമ്മൾ റാപ്പിങ്ങിൻ്റെ അവസാനം അത് പൊളിച്ച് കളയുള്ളൂ. ഓൾമോസ്റ്റ് ടോപ്പ് നമ്മൾ ഫുള്ള് റാപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ ആ കോട്ടിങ് ജസ്റ്റ് ഒന്ന് നമുക്ക് പൊളിച്ച് കളയാം. അതിൻ്റെ കോട്ടിങ് പൊളിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല കണ്ണാടി പോലെ അതിൻ്റെ തിളക്കം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി മിറർ ചെയ്യണത് നമ്മൾ സെയിം ബ്ലാക്ക് തന്നെ വെച്ചിട്ടാണ് മിറർ ചെയ്യണത്. ഈ മിററൊക്കെ എന്ന് പറയുമ്പോൾ ഒരുപാട് ഹീറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ കോട്ടിങ് പൊളിച്ച് കളഞ്ഞിട്ടാണ് ബാക്കിയൊക്കെ ചെയ്യുന്നത്. റെഡ് വണ്ടിക്കൊക്കെ ശരിക്കും ബ്ലാക്ക് മിററാണ് ഏറ്റവും ഭംഗി തോന്നിക്കുന്നത്. ഈ സെയിം തന്നെ നമുക്കൊരു ഗ്ലോസിയും അതുപോലെ തന്നെ മാറ്റും ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നതാണ്.
ജസ്റ്റ് ആ ടോപ്പും അതുപോലെ തന്നെ മിററും ബ്ലാക്ക് അടിച്ചോടുകൂടി ആ വണ്ടിയുടെ ശരിക്കും ടോട്ടൽ ലുക്ക് തന്നെ അവിടെ മാറിപ്പോയി. സാധാരണ സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിക്ക് അതിൻ്റെ ലുക്കിൽ മാറ്റം വരുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇതുപോലുള്ള വർക്കുകൾ നിങ്ങൾക്ക് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും.